ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് മട്ട അരി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മട്ടരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തെടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് ഇതുപോലെ വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് പിന്നീട് നമ്മൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ തരിയോട് കൂടിയിട്ടാണുള്ളത്. ഇനി നമുക്ക് വലിയ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വലിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് വീണ്ടും ഇതിലിട്ടിട്ട് തന്നെ അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ആദ്യം ചെറിയ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടും ഈ ഒരു വലിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് ചൂട് വേണ്ട, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ശർക്കര ചുരുക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകവും 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ പഴം 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എള്ളാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ വെള്ളം ഇതുപോലെ കട്ടി ഉണ്ടാവണം. ലൂസാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ചുട്ടെടുക്കുക. അതിനായിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം. ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയി വന്നാൽ നമുക്കിതുപോലെ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാവൊക്കെ ലൂസായി പോകാമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാവ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മട്ടരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പമാണ്. അപ്പോൾ നിങ്ങളൊരു തവണ മട്ടരി വെച്ചെടുത്തുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.